എല്ലാ കൂട്ടുകാർക്കും മാജിക് വേൾഡിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് ഒരു ലസാഞ്ഞയുടെ ഷീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 300 ഗ്രാം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തന്നെ വീട്ടിൽ പൊടിച്ചെടുക്കുന്നതാണെങ്കിൽ അപ്പത്തിൻ്റെ അരിപ്പയിൽ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇത് ഇതുപോലൊരു ഫോർക്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മുട്ടയും പൊടിയും ഇവിടെ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ കൊണ്ട് ഒരു ചപ്പാത്തി കുഴയ്ക്കുന്ന അതിനേക്കാൾ കുറച്ചുകൂടി കട്ടിയായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ മാവ് ഏകദേശം ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്താൻ ഉപയോഗിക്കുന്ന ആ പലകയുടെ മുകളിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇതിൽ അല്പം പോലും വെള്ളം ചേർക്കില്ല. മുട്ട വെച്ചതാണിത് കുഴച്ചെടുക്കുന്നത്. ഇതുപോലെ നല്ലതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ നമ്മുടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു 10 മിനിറ്റോളം ആ പലകയുടെ മുകളിലിട്ട് കുഴച്ചതാണ്. ഇനി നമുക്കിത് ആ കുഴച്ച പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചോ നല്ലതുപോലെ ഒന്ന് പൊതിഞ്ഞ് വെക്കാം. ഒരു 30 മിനിറ്റ് ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇപ്പം നമ്മളുടെ ലസാഞ്ഞ ഷീറ്റ് ഉണ്ടാക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. ഇത് അരമണിക്കൂർ മുതൽ നമുക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ നമുക്ക് കൂടുതൽ ടൈം വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അപ്പോഴത്തേക്ക് കുറച്ചുകൂടി മാവ് സോഫ്റ്റ് ആവും. ഇത് മിനിമം അരമണിക്കൂറെങ്കിലും വയ്ക്കണം. ഇനി നമുക്കിത് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. അതിന് നമ്മൾ പരത്താൻ ഉപയോഗിക്കുന്ന ആ പലകയുടെ മുകളിലേക്ക് ഒരല്പം പൊടി തൂക്കി അതിൻ്റെ മുകളിൽ ഈ മാവ് ഒരേപോലെ 3 പീസുകളാക്കി നമുക്ക് മുറിച്ചെടുക്കാം. അതിനുശേഷം ഈ 2 പീസുകൾ നമ്മൾ എവിടെയാണോ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ സൂക്ഷിച്ചത് അതിലേക്ക് ഇട്ട് അടച്ചു വയ്ക്കാം. ഇനി ഇത് നമുക്ക് ഒരു ചപ്പാത്തി പരത്തുന്ന കമ്പ് ഉപയോഗിച്ച് പരത്തിയെടുക്കാം. ഇപ്പം ഞാനിവിടെ നമ്മുടെ ലസാഞ്ഞയുടെ ഷീറ്റ് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം, കട്ടി കുറച്ച് പരത്തിയെടുക്കണം. ഇതുപോലെ കട്ടി കുറച്ച് പരത്തിയെടുക്കണം. ഇനി നമുക്ക് ഇത് സ്ക്വയറായിട്ട് നമ്മൾ ഇത് വേവിക്കാൻ ഉപയോഗിക്കുന്ന ആ പാത്രത്തിൻ്റെ അതേ വലുപ്പത്തിൽ സ്ക്വയറായിട്ട് മുറിച്ചെടുക്കാം. ഞാനിപ്പം വേവിക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ ഉള്ളിൽ ഈ വലിപ്പമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ രീതിയിലാണ് മുറിച്ചെടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നമുക്കൊരു കത്തി ഉപയോഗിച്ച് ഇത് മുറിച്ചെടുക്കാം. ഇതേപോലെ ഓരോ ഷീറ്റുകളായിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന എല്ലാ മാവും ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പം നമ്മുടെ ലസാഞ്ഞയുടെ ഷീറ്റ് എല്ലാം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇതിന് വളരെ ചിലവും കുറവാണ്. ഇത്രയും ഷീറ്റ് ഇപ്പം ഞാനിവിടെ ഒരു 6 ഷീറ്റോളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് ഏകദേശം ഒരു 50 രൂപ ചിലവ് വരും. നാട്ടിൽ ഇത് വാങ്ങാൻ നല്ല വിലയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.
ഇതെങ്ങനെയാണ് വേവിക്കുന്നത്, ഇത് എങ്ങനെയാണ് എന്തൊക്കെ സോസുകൾ ഇന്ന് ചേർക്കാമെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു മണിയിൽ ഒന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.